Hi dears, welcome back to Arcanex. So എല്ലാ മക്കൾക്കും Arcanex ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പ്ലസ് ടു മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സോ പ്ലസ് ടു മക്കൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? എക്സാമിന്റെ മുന്നേ അല്ലേ, ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് തന്നെയാണ്. ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിനാണ് ചോദിക്കാൻ പോകുന്നതിനുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ നമുക്ക് വേണം അല്ലേ. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു 5 വർഷത്തെ PYQന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മാർക്കിന്റെ വെയിറ്റേജ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. യെസ്, ഓക്കെ. 24, 23, 22, 19, 18 വർഷങ്ങളിലായിട്ട് ഫിസിക്സിലെ പ്ലസ് ടു ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡിയാണ്. സോ നമുക്ക് ചാപ്റ്റേഴ്സ് നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ചാർജസ് ഉണ്ട്, ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറന്റ്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, EMI, AC, EM വേവ്, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് ആൻഡ് ഡ്യുവൽ നേച്ചർ. ഡ്യുവൽ നേച്ചർ പൊതുവേ വരാറില്ല, പക്ഷേ ചില വർഷങ്ങളിൽ എന്തായിട്ടുണ്ട്, ഡ്യുവൽ നേച്ചറിന്റെ പകുതി ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. 23, 22 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 3 വർഷങ്ങളിലും ചോദിച്ചിട്ടില്ല. പക്ഷേ അതിന്റെ മുന്നേ 2019 നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഡ്യുവൽ നേച്ചർ പഠിച്ചിട്ടില്ല എങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, പ്രധാനമായിട്ട് നോക്കേണ്ട ചാപ്റ്റർ ഇതിൽ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ വെയിറ്റേജ് അല്ലെ, ഓരോ വർഷങ്ങളിലും എത്ര മാർക്കിന് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, തൊട്ട് കഴിഞ്ഞ വർഷം അല്ലെ 2024 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് വെറും 5 മാർക്കിനാണ്. സോ അത്രയാണ് നമുക്ക് 5 മാർക്കിനാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും കുറവാണ്, 3 മാർക്കിനോളം മാത്രമേ 3 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. മറ്റൊരു പോയിന്റ് ഓർത്ത് വെക്കണം, 2022 15 മാർക്കിനോളം ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റി അത്യാവശ്യം വലിയ ചാപ്റ്റർ തന്നെയാണല്ലോ സാർ. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചോളൂ. അതിന് കുറച്ച് മാർക്കേ വരുള്ളൂ. നിങ്ങൾക്ക് ഒരു മുൻധാരണകളൊന്നും വേണ്ട. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ മാർക്ക് കൂട്ടി ചോദിക്കാം, കുറച്ച് ചോദിക്കാം, ഒന്നും നോക്കണ്ട. പക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 5ഉം 3 മാർക്കിന് മാത്രമേ അതിന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ചെറിയ ചാപ്റ്റർ അല്ല, വലിയ ചാപ്റ്റർ. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് കറന്റ് ഇലക്ട്രിസിറ്റിയുടെ കാര്യമാണ്. കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കറന്റ് ഇലക്ട്രിസിറ്റി. 8 മാർക്ക് ചോദ്യങ്ങൾ നിങ്ങൾ ചെറുതായിട്ട് കോൺസെപ്റ്റുകളൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ മിസ്സാവാത്ത ഒരു ചാപ്റ്റർ ആണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 5 മാർക്കിനാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിസം ചെറിയ ചാപ്റ്റർ എന്ന് വിളിക്കുമെങ്കിലും അത് നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട്, വെയിറ്റേജ് കൂടുതലാണ്. ഓർത്ത് വെക്കുക, ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടിയും കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 6 മാർക്കിനോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ബാക്കിയുള്ള 3 വർഷങ്ങൾ എന്ത് ചോദിച്ചുള്ളതിന് 4 മാർക്കിന് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങൾ അടുപ്പിച്ചിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ട്, 6 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ ചാപ്റ്ററിന്റെ. ഓക്കെ, ഇതൊക്കെ ഓർ ക്വസ്റ്റ്യൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. ശ്രദ്ധിക്കുക, ഓർ ക്വസ്റ്റ്യൻ കൂടി എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അടുത്ത് EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് 2024 ചോദിച്ചിട്ടുള്ള എത്രയാണ്, 9 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. തൊട്ട് കഴിഞ്ഞ വർഷം 2023 എത്ര ചോദിച്ചിട്ടുണ്ട്, 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേ നോക്കിയേ വെറും 3 മാർക്കിനെ ചോദിച്ചുള്ളൂ. പക്ഷെ ഈ EMI-യും AC എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ ചാപ്റ്റർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 22 മാർക്കിനും കഴിഞ്ഞ വർഷത്തിലായിട്ട് 25 മാർക്കിനോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ്. സോ AC, EMI എന്നീ 2 ചാപ്റ്ററുകളെ നിങ്ങൾ ഒരൊറ്റ ചാപ്റ്റർ ആയി കൊണ്ടുകൊണ്ട് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒരു സംശയം വേണ്ട. നിങ്ങൾ അതിന് മുന്നോട്ടേക്കുള്ള വർഷങ്ങളിൽ 3 വന്നെന്ന് വെച്ചിട്ട് ഈ വർഷം കുറയണമെന്ന് ഒരു നിർബന്ധമില്ല. കഴിഞ്ഞ 2 വർഷങ്ങളെ നല്ല വെയിറ്റേജ് ചോദിച്ചിട്ടുണ്ട്. അത് EMI ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ. AC കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും എന്ത് ചോദിച്ചിട്ടുണ്ട്, 10ൽ മുകളിൽ മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട്. ഒരുപാട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. നല്ല രീതിക്ക് ന്യൂമറിക്കൽസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് എന്ത്, ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ കറക്റ്റ് ആയിട്ട് വൃത്തിക്ക് പഠിച്ചു വെച്ചോളൂ ആ ചാപ്റ്റർ. ഓക്കെ അല്ലേ, അതിലൊരു സംശയം വേണ്ട. കാരണം ഒരു രീതിക്കുള്ള മാർക്കിൽ വേരിയേഷൻ വന്നിട്ടില്ല. എല്ലാം എന്ത് ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന് മുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട്. ഓക്കെ, അടുത്ത EMI ചെറിയ ചാപ്റ്റർ അല്ലെ, വളരെ ചെറിയ ചാപ്റ്റർ നമ്മൾ പറഞ്ഞ് പഠിച്ചു വെക്കുന്ന ചാപ്റ്റർ ആണ് കഴിഞ്ഞ വർഷം. യെസ്, വെയിറ്റേജ് ആണല്ലേ 8 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സില്ലി ആണെന്ന് വിചാരിച്ചു നിങ്ങൾ എന്ത് ചെയ്യരുത് അല്ലെ, ചെറുതല്ല. വെയിറ്റേജ് വരാറുണ്ട്. അത് ചെറിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, പക്ഷെ വെയിറ്റേജ് ഉണ്ട് മക്കളെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഓരോ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. റെഡി അല്ലേ. അതിന് മുൻ വർഷം നോക്കി നിങ്ങൾ 6 മാർക്കിന് ആ ഒരു ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേ കുറവാണ്, അത്രയേ ഉള്ളൂ. നമുക്ക് 2 മാർക്കിനെ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. അത്യാവശ്യം ഒരു വർഷം മാത്രം 2 പോയി, ബാക്കി എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഡീസന്റ് ആയിട്ടുള്ള വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത നോക്കാം റേ ഒപ്റ്റിക്സ്.
വളരെ വളരെ പ്രധാനപ്പെട്ട chapter ആണ്. വെയിറ്റേജ് പറയേണ്ടതില്ല. 15, 14, 17, 12 മാർക്കിനോളം ഒരുപാട് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് റേ ഓപ്റ്റിക്സ്. കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ അപ്പൊ 15 കഴിഞ്ഞ അതിന്റെ മുന്നേ കുറച്ച് 2023 ചോദിച്ചത് 14 ആൻഡ് 2022 ചോദിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ ആ ഒരു സമയം കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അവിടെ ഒന്നും ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലായിരുന്നു. സോ നോക്കണ്ട, അതിന് മുന്നേ ആയിട്ട് എന്തുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റേ ഒപ്റ്റിക്സിൽ നിന്നുണ്ട് നല്ല രീതിക്ക് വെയിറ്റേജ് തീരാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ആ സമയങ്ങളിൽ ഫുൾ എന്തായിരുന്നു ഒരു എന്താ പറയാ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ പോയൊരു സമയമായിരുന്നു അല്ലേ. സോ കുഴപ്പമില്ല. ഓക്കെ, അടുത്ത നമ്മളെ വേവ് ഒപ്റ്റിക്സ് അല്ലേ. നോക്കണ്ട, നമ്മൾ 24 6 മാർക്ക് ചോദിച്ചുള്ള, പക്ഷെ നോക്കിയതാ 23 11 മാർക്ക് വളരെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുണ്ട്. മാർക്കുകൾ ഒരുപാട് ന്യൂമറിക്കൽ ചോദിക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി ന്യൂമറിക്കൽ ചോദിക്കാൻ കഴിയുള്ള ഒരു ഏരിയ തന്നെയാണ് അല്ലെ. എക്സിന്റെ ഡബിൾ സ്ലിറ്റ്, സിംഗിൾ സ്ലിറ്റ്, ഇവിടെ ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രതീക്ഷിക്കാം. കാരണം NCERT എന്തുണ്ട്, ഇതിന്റെ ന്യൂമറിക്കൽസ് ഉണ്ട്. സോ NCERT ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, കാരണം ന്യൂമറിക്കൽസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി നോക്കുകയാണെങ്കിൽ നോക്കിയതാ ഇലക്ട്രിക് ചാർജ് നമ്മളെല്ലാം പറഞ്ഞു അല്ലെ. ഇലക്ട്രിക് ചാർജ് ഒക്കെ എന്താ വെയിറ്റേജ് 2 വർഷങ്ങളിൽ കുറവാണെങ്കിലും അതിന് മുൻ വർഷങ്ങൾ എന്ത് ചെയ്യും നമുക്ക് 17 ഓക്കെ. ആൻഡ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ കൂടി എന്താണ് ചോദിക്കാറുണ്ട്, പക്ഷെ നമുക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. മറ്റു ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫോക്കസ് കൊടുക്കാൻ. അതിപ്പോ കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ നോക്കിയതാ ഇവിടെ 2 മാർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, അതുകൊണ്ട് പഠിച്ചു വെക്കാതിരിക്കരുത്. ആൻഡ് ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 2 or 3 ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബേസിൽ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയും അത് ഏതായിരിക്കും, നമ്മളുടെ റേ ഒപ്റ്റിക്സ് തന്നെയാണ്, സംശയം വേണ്ട. അതുപോലെ തീർച്ചയായിട്ടും AC കൊടുക്കാം, ഒരു സംശയം വേണ്ട. ഓക്കെ, സോ റേ ഒപ്റ്റിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിക്ക് പഠിച്ചോളാം, AC-യും പഠിച്ചോളാം. AC പഠിക്കുന്നതോടൊപ്പം EMI-യും പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, കാരണം EMI നല്ല ഡീസെന്റ് ആയിട്ട് നമുക്ക് മാർക്കിന് ചോദിക്കാറുണ്ട്. സോ EMI പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, AC-യും പഠിച്ചോളാം. രണ്ടും നല്ല രീതിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. റെഡി അല്ലേ? അപ്പൊ അത് ഓക്കെയാണ്. പിന്നെ അടുത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചു വെക്കുക. റെഡി അല്ലേ? ബാക്കി ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, പക്ഷെ നിങ്ങൾ വിട്ടുകളയരുത്. ഈ ഒരു 3 ചാപ്റ്റേഴ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് മൂവ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നല്ല മാർക്കിന് ചോദ്യങ്ങൾ വരും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു അനാലിസിസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ വിചാരിക്കുകയാണ്. ഐഡിയ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു അനാലിസിസുമായിട്ട് വന്നിട്ടുള്ളത്. സോ എല്ലാ മക്കൾക്കും ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ.